ഇല്ല സാറേ, ഞങ്ങൾ ഇറങ്ങുവാ. ശരി. ഡാ അലക്സേ, വേഗം വാ. വക്കീൽ ഇപ്പം അങ്ങ് എത്തും. ഇറങ്ങിക്കോ, ഞാൻ ദേ വരുവാ. വാടാ. അയ്യോ, അയ്യോ, ചോര. അലക്സേ, നിങ്ങളുടെ പഴയ കഥകളൊക്കെ എൻ്റെ അപ്പം പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഡ്രൈവറായിരുന്നു പത്രോസ്. പണ്ട് മില്ലിലെ ഓട്ടത്തിനൊക്കെ വന്നുകൊണ്ടിരുന്ന. പത്രോസ് ഇപ്പം എവിടാ? അപ്പനിപ്പോൾ വീട്ടിലുണ്ട്, ഇരിപ്പ. അന്ന് എൻ്റെ കൂടെ ആൻ്റണി ചായം പോകുന്നത്. ഏതാ എങ്ങോട്ടാണെന്നൊന്നും പറഞ്ഞില്ലായിരുന്നു. എന്നാലും ഇപ്പോൾ നോക്കുമ്പോൾ അച്ചാനെ കാണാനുള്ള വരവായിരുന്നെന്നാണ് തോന്നുന്നത്. വഴിക്ക് എസ് ഐമായിട്ടൊരിടക്ക്, പിന്നെ ആ തോമസിൻ്റെ വണ്ടിയെ കയറി. അവൻ പണ്ടേ ഉള്ള എന്നാ പറ്റിയെന്ന് ആർക്കറിയാം.
കൂടെ മരുന്നുണ്ട്, എടുത്തു തരണോ ഞാൻ? വേണ്ട, നീ പോയി കിടന്നു. ആണായിട്ടൊന്നേ ഉള്ളൂ ഞങ്ങൾക്ക്. അടിക്കാനും പിടിക്കാനും ഒന്നും ഞങ്ങൾക്കാവതില്ല. പിന്നെ ആൻ്റണിയുടെ ദുർമരണവും കൂടെ ആയപ്പോൾ മോൻ ചായ കുടിക്ക്. അങ്ങോട്ട് വെച്ചോ. കഴിക്ക്. എന്നാലും ജെയിംസിന്റെ മനസ്സിൽ എപ്പോഴും റേച്ചലേ ഉള്ളൂ. ഇനിയും അന്നത്തെ പോലെ വല്ല അനിഷ്ടവും സംഭവിച്ചാൽ ഇല്ല. ജെയിംസ് മോൻ ഇപ്പോൾ കട്ടപ്പനയിൽ ഒരു കോച്ചിങ് സെൻ്ററിൽ പഠിപ്പിക്കുന്നുണ്ട്. ശനിയാഴ്ച വരത്തേ ഉള്ളൂ. നടത്തുകയാണേലും വലിയ ആളും ബഹളവും ഒന്നും വേണ്ട. ഓ, ഇവരുടെ അപ്പൻ്റെ സ്ഥാനത്താണ് ഞങ്ങളിപ്പോൾ കാണുന്നേ. അതാ ഒരു ധൈര്യം. ചേട്ടാ 3-4 പാർട്സ് കൂടി മേടിക്കണം. 2 ആഴ്ചക്കുള്ളിൽ തരാം. ഇത് മതിയാവൂ? ഓ മതി. ആഹാ, എന്നൊക്കെ ഉണ്ട്. സുഖം. ചേട്ടന്റെ വണ്ടി സ്റ്റേഷനിൽ നിന്ന് വിട്ട് കിട്ടിയപ്പോ ഇങ്ങോട്ടാ കൊണ്ടുവന്നേ. അനസേ എന്തായി? ചേച്ചി അടുത്ത ആഴ്ചത്തേക്ക് വരാം. കുറച്ചുകൂടി പണി തീരാനുണ്ട്. തോമസ് എങ്ങനെ കഴിച്ചിട്ടൊക്കെ വണ്ടി ഓടിക്കുന്ന ആളായിരുന്നു. അന്ന് ആന്റണിയുടെ ഓട്ടം പോകുന്നതിന് മുമ്പ് ഉഷയെ തോമസ് വിളിച്ചായിരുന്നു. അപ്പം പോയിട്ട് വരവേ. ടാറ്റാ. മുഴുവൻ കഴിക്കണേ. കഴിക്കാം. പിന്നെ എവിടെ ജോലിക്ക് കയറണെന്ന് അറിയാലോ. കള്ളൊന്നും കുടിച്ചേക്കല്ലേ. ഇല്ലടി. അരവിന്ദാക്ഷ സാറേ. സാറേ, ഞാനിന്നൊരു പുതിയ പണി കയറുവാ. അയ്യോ സാറേ. ശരി സാർ, ഞാൻ വരാം. എന്താ? ഒന്നുമില്ലെന്നേ. പോട്ടെ മോളെ. അമ്മയെടുത്ത് കൊടുത്തേക്കണം. എന്നുണ്ടോ ചായ? ഒന്നുമില്ല അച്ഛോ.
കൊച്ചു പഠിക്കുന്നുണ്ടോ നന്നായിട്ട്? ഉണ്ടച്ചോ. ഇവളുടെ മരുന്നൊക്കെ തീരാറായോ? ഈ ആഴ്ചത്തേക്ക് കൂടി ഉണ്ടച്ചോ. ശരി, പറഞ്ഞാൽ മതി, മേടിപ്പിക്കാം. അച്ചായൻ വീട്ടിലോട്ടാണെങ്കിൽ കയറിക്കോ. ഞാനാ വിളിക്കാം. ഈ ഏഞ്ചൽ കൊച്ചിന് 2 കൊല്ലം മുമ്പ് ഒരു സർജറി ഉണ്ടായിരുന്നു. ഹാർട്ടിന്റെ ഒരു വാൽവിന്. അങ്ങ് അറ്റം വരെ പോയിട്ട് പിന്നെ രക്ഷപ്പെട്ടെങ്കിൽ പോകുന്നതാ. അന്ന് ചെന്നക്കുളത്താ ഞാനും. അവിടുത്തെ ഇടവകയിൽ നിന്ന് പിരിവൊക്കെ എടുത്ത് ഞാനാ ഓപ്പറേഷൻ സഹായിച്ചത്. പിന്നെ അവർ കൺവേർട്ട് ആവുന്നത്. ഞാനിങ്ങോട്ട് മാറിയപ്പോൾ അവരെയും കൂടെ കൂട്ടി. ഈ തോമസിന്റെ ഭാര്യയ്ക്ക് ജോലി എന്തെങ്കിലും? ഇവിടുത്തെ ഒരു റിസോർട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അവൻ ഇവിടെ 1-2 കേസിലൊക്കെ പോയി പെട്ടിട്ടുണ്ടായിരുന്നു. അതാ ആൾക്കാർക്ക് അടിപ്പിക്കാൻ ഒരു മടി. ശരിയാവും. ഈ ആക്സിഡന്റ് ഉണ്ടായ അന്ന് തോമസ് പള്ളിയിലെ പണിക്ക് കയറേണ്ടതായിരുന്നു. പക്ഷേ ആന്റണി ചായന്റെ ഓട്ടം ഉള്ളതുകൊണ്ട് അവൻ ആ വഴിക്ക് വന്നില്ല. പിന്നെ റേച്ചലിന്റെ കല്യാണക്കാരി വല്ലതും തീരുമാനിച്ചായിരുന്നു? അവര് സൗകര്യമായിട്ട് ഒരു ദിവസം അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓ ശരി.